ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ മൂന്നാമത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. ക്യാമ്പിൻ്റെ ഉള്ളിലുള്ള പാർക്കിലേക്ക് കുട്ടികളെയും കൂട്ടി പോകാൻ നിൽക്കുകയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഈ വീഡിയോ ഹസ്ബൻഡ് വരുന്നതിന് ഒരു ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഹസ്ബൻഡ് കുറച്ച് ദിവസമായിട്ടില്ലായിരുന്നു എന്ന് ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോ ഇട്ട് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവരെ രണ്ടാളെ ഇന്ന് പാർക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവർ കുറച്ചധികം ഹാപ്പിയാണ് കേട്ടോ. ഇവരെ രണ്ടാളെ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ റെഡിയാവാൻ വേണ്ടി പോയത്. പിന്നെ ഈ വീഡിയോയിൽ ഞങ്ങൾ ഇവിടുത്തെ ലൈഫിൻ്റെ ചെറിയ വിശേഷങ്ങളും കൂടി പങ്കുവെക്കണമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ മൊത്തമായിട്ട് കാണണേ. അങ്ങനെ ഞാനും റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ രണ്ടാളും കൂടെ സ്കൂട്ടറിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയിട്ടുണ്ട് കേട്ടോ. പാർക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് രണ്ടാൾക്കും പ്രത്യേക ഒരു അനുസരണയൊക്കെയാണ് കേട്ടോ. എന്നോട് എല്ലാവരും ചോദിക്കും കേട്ടോ, അവിടെ പച്ചമാങ്ങയൊക്കെ കിട്ടുമെന്ന്. ഇതാ നമ്മളെ ക്വാർട്ടേഴ്സിൻ്റെ മുന്നിൽ തന്നെയുള്ള മാവിൻ്റെ മരം കേട്ടോ. ഇത് പഴുത്താൽ നല്ല മധുരമാണ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്തോ നാടൊന്നും അതുകൊണ്ട് തന്നെ മിസ് ചെയ്യുന്നേ ഇല്ല കേട്ടോ. ഇവിടെ ചൂടിൻ്റെ കാര്യത്തിൽ മാത്രമേ ഒരു പ്രശ്നമുള്ളൂ, ബാക്കി എല്ലാ സാധനങ്ങളൊക്കെ കിട്ടും. ഇതിന് തൊട്ടു മുന്നേ നിന്ന സ്ഥലത്താണെങ്കിൽ അരി, തേങ്ങ ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. നമ്മൾ തീരുന്നതിനനുസരിച്ച് നാട്ടിൽ നിന്ന് പാർസൽ ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പിന്നെ പുറത്ത് തന്നെ കേരള സ്റ്റോറൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എനിക്ക് പാലും തൈരും ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ച് കോംപ്ലക്സിലേക്കൊന്ന് പോയിട്ടോ. കോംപ്ലക്സിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് പാർക്ക്. അപ്പോൾ ഇവിടെ പച്ചക്കറിയും ഫ്രൂട്ട്സും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് വാങ്ങാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഇരുന്ന സമയത്ത് അവിടെ ജ്യൂസ് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് രണ്ടാൾക്കും കൂടെ വാട്ടർമെലൻ്റെ ജ്യൂസ് വാങ്ങിക്കൊടുക്കാൻ. അങ്ങനെ അവിടെ ജ്യൂസിന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം അവിടെ ഇരിക്കേണ്ടി വന്നേ. എനിക്ക് കല്യാണത്തിന് മുന്നേ സ്കൂട്ടർ ഓടിക്കാൻ അറിയായിരുന്നു കേട്ടോ. പക്ഷേ ഇഷ്ടവുമാണ്, എന്നാൽ ഉള്ളിൽ എവിടെയോ ഒരു ചെറിയ പേടിയാണ് കേട്ടോ. അപ്പം മക്കൾ ബഹളം വെക്കുമ്പോൾ എനിക്ക് പോവാതെ വേറെ ഒരു നിവൃത്തിയുമില്ല. മക്കളെ മുന്നിൽ ഒരിക്കലും എനിക്ക് പേടിയാന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല കേട്ടോ. ഞാൻ സ്ട്രോങ് ആയി നിൽക്കുന്നതും കൂടി വേണമല്ലോ അവരെ കാണാനെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാലും നമുക്ക് പറ്റാത്ത നമുക്ക് വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിൽ കൂടി മാക്സിമം എനിക്ക് അവരെ മുന്നിൽ അങ്ങനെ നിൽക്കാനാട്ടോ ഇഷ്ടം. ഇവിടെ ഇവരെയും കൊണ്ട് പാർക്കിലേക്ക് വരുമ്പം എൻ്റെ പല കാര്യങ്ങളും നടക്കും കേട്ടോ. കാരണം ഇവിടെ ചിക്കൻ വാങ്ങാനും ഫ്രൂട്ട്സും പച്ചക്കറിയും ഇനി എന്താണ് നമുക്ക് ആവശ്യമുള്ളത് അതൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. ഈ പാർക്കിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ഈ കോംപ്ലക്സ് വരുന്നത്. അതുപോലെ പാനിപ്പൂരിയും ജ്യൂസും അങ്ങനെ ബിരിയാണി വേണമെങ്കിൽ അങ്ങനെ ഫുഡ് ഐറ്റംസും ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഹസ്ബൻഡൊക്കെ ഉള്ള ടൈമിലാണെങ്കിൽ നമ്മൾ വൈകുന്നേരം കുറച്ച് നേരം കുട്ടികളെയും കൊണ്ട് പാർക്കിലിരുന്ന് പിന്നെ അവിടെയൊക്കെ പോയി പാനിപ്പൂരിയൊക്കെ കഴിച്ചിട്ടാണ് പോവാം. ഇന്ന് എന്താണെന്നറിയില്ല, എനിക്ക് പാനിപ്പൂരി ഒന്നും കഴിക്കാൻ തോന്നിയില്ല. പിന്നെ ഞാൻ കുട്ടികൾക്ക് ഓരോ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തന്നെ നല്ല സുഖമാണ്, നല്ല കാറ്റും ഉണ്ടാവും കേട്ടോ ഈ വൈകുന്നേരം നേരത്ത്. നാട്ടിലത്തെ പോലെ കൂടുതൽ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഇവിടെ അടിപൊളിയാണ് കേട്ടോ. ഹസ്ബൻഡ് ഇപ്പോൾ ഡ്യൂട്ടിക്കായിട്ട് വേറെ സ്ഥലത്ത് പോയതാ. അപ്പം എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഒറ്റക്കൊക്കെ നിൽക്കേണ്ടി വരും, ഇത്ര ദിവസം നിൽക്കേണ്ടി വരും, 1 മാസം നിൽക്കേണ്ടി വരുന്നൊക്കെ കേട്ടോ. അപ്പം ഞാൻ ഞാൻ നാട്ടിലേക്ക് പോയിക്കോളാന്ന്. അപ്പം എൻ്റെ വീട്ടിലുള്ളവരെല്ലാവരും വിളിച്ച് ചോദിക്കും, നിനക്ക് പേടിയാവുന്നില്ല, നീ എങ്ങനെയാണ് അവിടെ നിൽക്കുന്നതെന്ന്. ഞാൻ എപ്പോഴും പറയും, ഇത്രയും സേഫ്റ്റി ഉള്ള സ്ഥലം വേറെ ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എനിക്കുള്ള ആകെയുള്ള പേടി ചെറിയ എലിയോ പാമ്പിന്, പിന്നെ എല്ലാവർക്കും പേടി അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കേട്ടോ. ഒരു ചെറിയ യാത്രയാണെങ്കിൽ ഒരു ചെറിയ സാധനം കഴിക്കുന്നതാണെങ്കിൽ കൂടി നമ്മൾ 4 ആളുമാകുമ്പം എന്തോ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇവിടെ നമ്മളെ കൊണ്ട് പറ്റൂല എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു സന്തോഷം എന്താണോ അതാണ് ഇപ്പോൾ എനിക്കിങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുമ്പം. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഭാഷ അറിയാത്ത സ്ഥലത്ത് കുട്ടികളെയും നോക്കി ഇങ്ങനെയൊന്നും നിൽക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല കേട്ടോ. അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാലും കൂടി എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവിടെ ആണെങ്കിൽ ഒട്ടും ബോറടിക്കില്ല എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും വലിയ കാര്യം. അതുപോലെ തന്നെ ഹസ്ബൻഡ് ഇല്ലാത്ത ടൈമിലാണെങ്കിലും നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെറിയ ചെറിയ നല്ല അറിവുകളും ലെക്ചറുകളും പ്രഗ്നൻറ്റ് ലേഡീസിനുള്ള ക്ലാസ്സുകളും അങ്ങനെ ഒരുപാട് അറിവുകളും നമുക്കിതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്കിതുപോലത്തെ ക്ലാസ്സുകൾ ലെക്ചറുകളൊക്കെ കിട്ടുമ്പോൾ തന്നെ നമുക്കും ചെറിയൊരു ചേഞ്ചൊക്കെ വരുന്ന പോലെ ഫീൽ ചെയ്യും കേട്ടോ. മോള് ഇതെൻ്റെ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞതാ കഷ്ടപ്പെട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുട്ടികൾക്കുള്ള പാർക്ക് മാത്രമേ ഇവിടെ ഉള്ളൂന്ന്. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനും കരാട്ടെ പഠിക്കാനും അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ്
കുട്ടികൾക്ക് വേണ്ടിയിട്ടും നമുക്ക് വേണ്ടിയിട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാനിതിനു മുന്നേ ഹിമാചലിൽ പോയ സമയത്ത് മൂത്ത മോക്ക് 3.5 വയസ്സും ചെറിയ കുട്ടിക്ക് 4 മാസമേ കഴിഞ്ഞിട്ടുണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പം എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ രണ്ടാളെയും നോക്കുന്നുള്ളൊരു വിശ്വാസമൊക്കെ എനിക്കുണ്ടായിരുന്നു. ഹിമാചലിൽ പിന്നെ ക്വാർട്ടേഴ്സിൻ്റെ മുന്നിൽ തന്നെ മഞ്ഞ് വീകുന്ന കാണാം. അതെനിക്ക് ആദ്യം ഹസ്ബൻഡ് പറഞ്ഞു തന്നുകൊണ്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ കുട്ടികൾ ചെറുതാണെന്നൊന്നും ആലോചിച്ചിട്ടില്ല കേട്ടോ. എന്നാലും അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ആൾക്കാർ മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, 2 കുട്ടികളെയും കൊണ്ട് ഇനി എങ്ങനെ നിൽക്കാനാ, അവരെ എങ്ങനെയാണ് മാനേജ് ചെയ്യാന്നൊക്കെ. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്ക് കുറച്ചധികം കൺഫ്യൂഷൻ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ തന്നെ ആലോചിച്ചു 4 മാസമുള്ള കുട്ടീനെയും കൊണ്ട് ഞാൻ പോയതല്ലേന്ന്. അതൊക്കെ കേട്ട് ഒരു വട്ടം ഞാൻ വരാതിരുന്നാലോ എന്നും ആലോചിച്ചതാണ്. പക്ഷെ അന്ന് ഞാൻ അങ്ങനെ വരാതിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യം മിസ്സായി പോവുമായിരുന്നു കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും മനസ്സിലാക്കിയ വേറെ ആളും ഉണ്ടാവില്ല. അപ്പം നമ്മളെ ജീവിതത്തിലത്തെ തീരുമാനം നമ്മളെ സന്തോഷത്തിനനുസരിച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതാ രാത്രിയായിട്ടോ. ഈ സമയമായപ്പോഴാണ് അവർ പാർക്കിലുള്ള എല്ലാ സാധനങ്ങളും ശരിക്കും കാണാൻ തുടങ്ങിയത്. ഇപ്പോൾ പാർക്കിൽ നിന്ന് വരുന്നേ ഉണ്ടായിട്ടില്ല കേട്ടോ. പറഞ്ഞ് ഞാൻ എവിടെയോ എത്തി. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരാം.